Christmas, everyone. Wish you the same. Thank you. So, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു കം ഹിയർ ആൻഡ് ദിസ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ കുറേ മോട്ടിവേഷണൽ സ്പീച്ചുകൾക്ക് വിളിക്കാറുണ്ട്. അതൊക്കെ പക്ഷെ ജനറൽ ഓഡിയൻസ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ക്രിസ്ത്യൻ സെറ്റിങ്ങിൽ എനിക്കത് സംസാരിക്കാൻ പറ്റുന്നത്, വിച്ച് ഗിവ്സ് മീ ദ കോൺഫിഡൻസ് ടു സ്പീക്ക് മോർ അബൌട്ട് ഗോഡ്. കാരണം സാധാരണഗതിക്ക് ഞാൻ പോകുന്നിടത്ത് ജനറൽ ഓഡിയൻസ് ആയതുകൊണ്ട് ഈവൻ ദോ ഐ ഓൾവേസ് താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ് ഈസ് ഡൺ ഫോർ മീ, കഴിഞ്ഞത്ര ഒരു ന്യൂട്രൽ ടോൺ പിടിച്ചിട്ടായിരിക്കും പോകാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഐ എം ഗോയിങ് ടു റിലൈ ഓൺ ദ ബൈബിൾ ടു സ്പീക്ക് ടു യു ബിക്കോസ് ഗോഡ് ഹാസ് ബിൻ സച്ച് എന്താ പറയുക അകറ്റി നിർത്താൻ പറ്റാത്തൊരു ഭാഗമായിരുന്നു എൻ്റെ ലൈഫിലാണ്. ആൻഡ് ടു ബി ഏബിൾ ടു ഷെയർ ദാറ്റ് ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം getting such an opportunity. Okay, so thank you everyone for giving me this chance and I hope you will be touched by what I say. Okay, or may God use me to touch you. Yeah? അപ്പോൾ ആദ്യം തന്നെ let me introduce myself. എൻ്റെ പേര് മിൻസി മറിയം മോട്ട്ലി. ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. കഴിഞ്ഞൊരു 11 വർഷമാകുന്നു ഞാൻ വീൽ ചെയറിലായിട്ട്. ഇറ്റ് വാസ് ഫോളോയിങ് എ സ്പൈനൽ കോർഡ് ഇഞ്ചുറി. സോ അന്ന് മുതൽ എൻ്റെ നെഞ്ചിന് താഴോട്ട് എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഐ ബിക്കെയിം പാരലൈസ്ഡ്, വിച്ച് മീൻസ് ഐ കനോട്ട് മൂവ് മൈ ബോഡി ബിലോ മൈ ചെസ്റ്റ് ഓർ ഐ എം നോട്ട് ഏബിൾ ടു സെൻസ് എനിത്തിങ്. അപ്പോൾ അന്ന് മുതൽ ഐ ഹവ് ബീൻ ഓൺ എ വീൽ ചെയർ and that has been a very big journey for me. And in the book I will share a bit of my story and hopefully you will be able to connect with me. Because you needn't be a person on wheelchair to actually understand how God changes your life. Okay, so adinne I'd like to start off with Psalm 6. Okay, the chilly depressing aayittulla psalm aanu. So but let's begin with that. Okay, so this is Psalm 6 in NLT version of Awakening. Oh Lord, don't rebuke me in your anger or discipline me in your rage. Have compassion on me, Lord, for I am weak. Heal me, Lord, for my bones are in agony. I am sick at heart. How long, O Lord, until you restore me? Return, O Lord, and rescue me. Save me because of your unfailing love. For the dead do not remember you. Who can praise you from the grave? I am worn out from sobbing. All night I flood my bed with weeping, drenching it with my tears. My vision is blurred by grief. My eyes are worn out because of all my enemies. Go away, all you who do evil, for the Lord has heard my weeping. The Lord has heard my plea. The Lord will answer my prayer. May all my enemies be disgraced and terrified. May they suddenly turn back in shame. So, ഈ സാം വെച്ച് തുടങ്ങിയതിന് ഒരു കാരണമുണ്ട്. That is because during my most darkest and depressing times, ഈ ഭാഗങ്ങൾ എസ്പെഷ്യലി ദ ഫസ്റ്റ് പോർഷൻ വായിക്കുമ്പോൾ ഐ യൂസ് ടു കണക്ട് ടു ദാറ്റ് എ ലോട്ട്. ഓക്കെ, വെൻ ഐ എം വീപ്പിംഗ് ആൻഡ് ഡ്രെഞ്ചിങ് മൈ ബെഡ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് വാസ് എ റിയാലിറ്റി ഫോർ മീ. ബിക്കോസ് ഞാൻ രാത്രിയാവാൻ കാത്തിരിക്കുമായിരുന്നു ലൈറ്റ്സ് ഓഫ് ആകാൻ, സോ ദാറ്റ് ഐ കെൻ ജസ്റ്റ് ക്രൈ, ഐ കെൻ ബേഴ്സ്റ്റ് ഔട്ട് ആൻഡ് ക്രൈ വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. കാരണം ഒച്ച വെച്ചാൽ എന്താ ഉടനെ മമ്മി അത് അറിയും ആൻഡ് ഷീ വുഡ് റഷ് ടു കംഫർട്ട് മീ. But I just wanted to cry because I was in so much of pain. Physical pain അല്ല, emotional pain. Now, നമ്മുടെ ചില സിനിമയൊക്കെ കാണത്തില്ലേ, അവരിങ്ങനെ സ്റ്റോറി കാണിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് പോലെ വാട്ട് ലെഡ് ടു ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ പോകുന്നത്. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ടുക്ക് മീ ടു ദാറ്റ് പ്ലേസ്. ഓക്കെ, അങ്ങനെ അത്രയ്ക്ക് കരയേണ്ട ആ ഒരു പോയിന്റിലേക്ക് എന്നെ എത്തിച്ച കാര്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദാറ്റ് വാസ് suicide attempt. Yes, I tried to kill myself in 2014 January. ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ആൻഡ് അതിലേക്ക് എത്തിച്ച സാഹചര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ അധികം സംസാരിക്കുന്നില്ല, ബിക്കോസ് ദാറ്റ് ഇസ് ടോട്ടലി എൻ്റെ വേറൊരു എന്താ പറയുക ഫുൾ ചാപ്റ്റർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് അങ്ങനത്തെ ഒരു
സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്പൈനൽ കോഡ് ഇഞ്ചേർഡ് ആകുന്നതും വീൽ ചെയറിലാകുന്നതും ഇത്രയേറെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അതിനുശേഷം ജീവിച്ചിരിക്കുമ്പോൾ കുറ്റബോധമാണ് നമുക്ക്. ഓക്കെ, എസ്പെഷ്യലി when you are surrounded by a lot of people who love you and my father is there right behind you. Okay, one of the most loving persons in my life. അതുപോലെ ഒത്തിരി പേരുണ്ട്. എൻ്റെ മമ്മിയുണ്ട്. ഓക്കെ, മൈ മദർ, മൈ സിസ്റ്റർ, my brother-in-law, my little nephews and my family, my friends also, one of them, he is also here. Okay, these are people who have showered me with love. Okay, so imagine നമ്മളെ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതൊരു yes, truly it is a very foolish thing to do. Okay, പക്ഷെ അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട് which is very real. Okay, I'll come there. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ആൾക്കാരുടെ ഇടയിലായിരിക്കുമ്പോൾ only you can feel guilty. Guilt is the only thing you can feel. Okay, so അപ്പോൾ ഞാൻ രാത്രി കരയുന്നത് is not just because of my physical condition. Physical condition എന്ന് പറയുന്നത് എനിക്ക് താഴോട്ട് അനക്കാൻ പറ്റുന്നില്ല അല്ലെ. ഐ എം റിയലൈസിങ്, സമയം കഴിയുന്നതനുസരിച്ച് ഐ എം റിയലൈസിങ് മോർ ആൻഡ് മോർ ദാറ്റ് okay, this is something that is going to stay. പെട്ടെന്ന് മാറുന്ന കാര്യമല്ല. I've done such a big mistake എന്നുള്ള രീതിയിൽ തിരിച്ചറിവ് വരിക. അപ്പോൾ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് where I feel trapped in my own body. But more than that, എന്നെ അത്രയ്ക്കേറെ വിഷമിപ്പിക്കുന്ന was the guilt of what I did. Okay, so കൊച്ചിലെ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ദൈവമേ ഞാൻ ചെയ്തുപോയ പാപങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഐ യൂസ് ടു പ്രേ ഈവൻ ആസ് എ സ്മോൾ ചൈൽഡ്. ഇതുപോലുള്ള കുഞ്ഞു പ്രായത്തിൽ വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ആ പ്രായത്തിൽ ഈ പാപം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു. ഓക്കെ, അതെവിടുന്നോ ഞാൻ പഠിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞാൻ ചെയ്ത തെറ്റുകൾ എന്തായിരിക്കും, ചിലപ്പോൾ പഠിക്കാൻ മടി കാണിക്കുന്നതോ അല്ലെങ്കിൽ കുഞ്ഞു സാധനങ്ങൾ കാണിക്കുമ്പോൾ അത് മോഷ്ടിക്കുന്നതോ, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ അന്നത്തെ തെറ്റുകൾ. അപ്പോൾ പാപം എന്താണ് എന്നൊരു ബോധം അന്ന് എനിക്കില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ഡൂയിങ് ദിസ് പാപിയാണ് ഞാൻ എന്ന് പൂർണ്ണമായി കംപ്ലീറ്റ് ഇതായി. ഐ എം സച്ച് എ സിന്നർ. ഓക്കെ, ഐ ഡോണ്ട് ഡിസേർവ് എനിത്തിങ്, എസ്പെഷ്യലി ഐ ഡോണ്ട് ഡിസേർവ് ദ ലവ് ഓഫ് ദീസ് പീപ്പിൾ എന്നുള്ള തിരിച്ചറിവ് വന്നു. അപ്പോൾ ഈ സാം വായിച്ചപ്പോൾ അതിൻ്റെ അവസാനം എനിമീസിനെ ഇതാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഭാഗം വരുമ്പോൾ the Lord has, let me see, go away all you who do evil, for the Lord has heard my weeping, the Lord has heard. അതിന് മുമ്പ് എനിമീസിനെ നശിപ്പിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, my eyes are worn out because of all my enemies, go away. That's here. Okay, yes, so enemies എന്ന് പറയുന്നുണ്ടല്ലോ, the biggest enemy I could see in front of me was myself. Okay, because I did this thing and it's hurting me, of course, but it's hurting a lot of people around me also. So while I'm crying in desperation, I'm also hating myself completely. എനിക്ക് എന്നോട് ഒരു രീതിയിലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. That is a place where I was. Okay, and പറയുമ്പോൾ അത്രയും ഡാർക്ക് ആൻഡ് ഡിപ്രസിങ് അല്ലായിരുന്നു because of the people who God put around me. Okay, ആദ്യം മുതൽ റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഇത് സംഭവിച്ചപ്പോൾ മുതൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് they have not wept in front of me. Okay, ഈ പറയുന്ന പപ്പയോ മമ്മിയോ കരഞ്ഞു മോളെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലോ സീരിയലിലോ കാണുന്ന പോലെ അവരെന്നോട് സംസാരിച്ചിട്ടില്ല. ഓക്കെ, പകരം അവരെന്നെ ചിരിപ്പിക്കാനും നോക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആശുപത്രിയിൽ കഴുത്തിൽ കോളർ, 2 കൈയിൽ കാസ്റ്റ്, 1 കാലിൽ കാസ്റ്റ്, അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് my mother looks at me and she has the courage and boldness and grace of God to say that നിന്നെ കണ്ടിട്ട് ഒരു ആസ്ട്രോനട്ടിനെ പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഹ്യൂമർ ഇസ് എ വെരി ഗുഡ് ഡിഫൻസ് മെക്കാനിസം. അത് ഇവരെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിച്ചായിരുന്നു ടു കോപ്പ് വിത്ത് ടഫ് ടൈംസ്. അപ്പോൾ അന്ന് മുതൽ they have tried to cheer me up, telling me that it's okay, you are alive and we are thankful for that എന്നുള്ള സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അവരിൽ നിന്നൊക്കെ മാറി ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് കരയാനേ സാധിക്കുന്നുള്ളൂ. ഓക്കെ, പ്രാർത്ഥന ആദ്യം മുതൽ റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഐ ഹവ് ബീൻ എ ബിലീവർ, ഐ ഹവ് ബീൻ പ്രേയിങ് ടു ഗോഡ്. ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നു എനിക്ക്. ഐ വുഡ് ടോക്ക് ടു ഗോഡ്.
ഓക്കെ. ആൻഡ് ആസ് ഐ ഗ്രൂ അപ്പ് അത് മെച്ചുവർ ചെയ്തു എന്ന് ഐ ഹോപ്പ്, ഐ ബിലീവ്. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് when I sat for prayer എനിക്ക് കരയാനേ സാധിക്കുന്നുള്ളൂ, എനിക്ക് കരയാനേ പറ്റുന്നുള്ളൂ. ഓക്കെ, ഫിസിക്കൽ കണ്ടീഷൻ ഇസ് എ റിയാലിറ്റി ഫോർ മീ. ഇനി ഒരു കാലത്ത് ഞാൻ നടക്കത്തില്ലേ? വോണ്ട് ഐ എവർ വാക്ക് അഗെയിൻ? ഓക്കെ, എന്നെ സ്നേഹിക്കുന്ന പപ്പയും മമ്മിയും will they have to die without having to without getting the chance to see me walk? ഓക്കെ, എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചെന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇത്ര വലിയൊരു അപരാധം ചെയ്തു. ഓക്കെ, ആൻഡ് will I have to punish them because of all the love they gave me? ഓക്കെ, അപ്പോൾ എനിക്ക് കരച്ചിലേ വരുന്നുള്ളൂ. അത് ഒരു സൈഡ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആ സമയത്ത് എനിക്ക് 19 വയസ്സാണ്. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കോളേജിൽ പോവുകയാണ്. ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്, ദേ ആർ അച്ചീവിങ് തിങ്സ്. ഞാൻ അത്യാവശ്യം സ്റ്റൂഡിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് എനിക്ക് പഠനം പ്രധാനമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പഠിച്ച് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം, നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള ആസ്പിറേഷൻസ് എല്ലാം ഉണ്ടായിരുന്ന വ്യക്തി. അത്യാവശ്യം ദൈവം സഹായിച്ച കഴിവുകളും എല്ലാം തന്നിരുന്ന ഒരാള്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ നിന്ന്, ഓക്കെ, the point where people looked at me and said she's talented, she's bold, she's capable, she'll achieve a lot of things എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നും here I am on a wheelchair. കണ്ണാടി തന്നെ എനിക്ക് എന്നെ നോക്കുമ്പോൾ I would not like to see the reflection. ഓക്കെ, എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ സഹതാപം, കഷ്ടം എന്നുള്ള എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ആ രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ടു. മൈ ഡ്രീംസ് ആർ ഹാഫ് ബ്രോക്കൺ. അല്ലേ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും ബിക്കോസ് ഐ കാൺ ഡു ദാറ്റ് പ്രൊഫഷൻ ഓൺ എ വീൽ ചെയർ വിച്ച് വാസ് എ മെഡിക്കൽ പ്രൊഫഷൻ. ഓക്കെ, സോ ആ രീതിയിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫീൽ വർത്ത്ലെസ്. ഓക്കെ, കൂട്ടുകാരെന്നല്ല, ആ സമയങ്ങളിൽ ഞാൻ കാറിലിരുന്ന് എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചോ, റോഡിൽ കൂടെ പോകുന്ന ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ ഐ യൂസ് ടു തിങ്ക് ദാറ്റ് പേഴ്സൺ ഇസ് ബെറ്റർ ദാൻ മീ, ദാറ്റ് പേഴ്സൺ ഇസ് പ്യുവറർ ദാൻ മീ. ആ ആളെക്കാട്ടിലും മോശമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എനിത്തിങ്, ബട്ട് ഇറ്റ്സ് എ സ്ട്രേഞ്ചർ. ഒരാൾ ചുമ്മാ നടന്നു വരിക, ഐ എം ജസ്റ്റ് സീയിങ് ദ ബാക്ക് ഓഫ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ലേഡി ഓർ മാൻ. ഓക്കെ, ഐ എം തിങ്കിങ് ഞാൻ അവരെക്കാട്ടിലും മോശമാണ് എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ അത്രയ്ക്ക് എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും എന്താ പറയുക എന്തൊക്കെയൊക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ പറയുന്ന വികാരങ്ങളെല്ലാം പൊങ്ങി വരും. ദൈവത്തിനോട് എന്താ ഞാൻ പറയുക, എന്താ ആവശ്യപ്പെടുക, ക്ഷമ ചോദിക്കുക. ഒത്തിരി തവണ ഐ cried asking, I prayed to God to forgive me. പപ്പയും മമ്മിയും എൻ്റെ അടുത്തിരിക്കുമ്പോൾ അവരുടെ കാലുകൾ എൻ്റെ അരികിലുണ്ടെങ്കിൽ ഐ വുഡ് ജസ്റ്റ് ടച്ച് them and മനസ്സിൽ ഞാൻ ഐ വുഡ് ആസ്ക് ഫോർ forgiveness, സോറി എന്നുള്ള രീതിയിൽ. പക്ഷേ it wouldn't seem enough. Okay, it wouldn't seem enough because മെഡിക്കൽ സയൻസ് പ്രകാരം ദിസ് ഇസ് എ പെർമനന്റ് ഡിസേബിലിറ്റി. അപ്പോൾ പല തെറ്റുകളും നമ്മൾ ചെയ്തിട്ട് വി ക്യാൻ മൂവ് ഓൺ, നമ്മളത് മറന്നു പോകുമായിരിക്കും. പക്ഷേ I had to live with this disability. I mean, I am still living with this disability and the challenges that it is posing, that are being posed by this. Okay, so അങ്ങനെയുള്ള, അതായത് at every point I am being reminded of what I have done. Okay, തന്നെ ഒരു, അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് തരാനായിട്ട്, when you are paralyzed below your chest level, spinal cord injury എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കാലിൽ തൊട്ടാൽ എനിക്ക് അറിയാൻ പറ്റില്ല, എനിക്ക് എണ്ണീച്ച് നിൽക്കാനോ നടക്കാനോ പറ്റില്ല. അതിന് പുറമെ എൻ്റെ ബേസിക് കാര്യങ്ങൾ, ഇപ്പോൾ ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളോ, ഇതൊന്നും ഐ കനോട്ട് ഡൂ ദിസ് ബൈ മൈസെൽഫ്. ഐ നീഡ് ഹെൽപ്പ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. എല്ലാ കാര്യത്തിലും എനിക്കൊരാളെ ആശ്രയിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ചലഞ്ചസ് വരും. അപ്പോൾ ഓരോ പോയിന്റിൽ ഐ ബീങ് റിമൈൻഡഡ് ഓഫ്, അയ്യോ ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ കാൺട്ട് മൂവ് ഓൺ ഫ്രം ദാറ്റ്. അല്ലേ, അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആ രീതിയിലുള്ള വിഷമം വരുന്നത്. അപ്പോൾ ഞാൻ പൊട്ടിക്കരയുന്ന സമയങ്ങളിൽ ഐ ഡോണ്ട് നോ എനിത്തിങ് ടു കംഫർട്ട് മൈസെൽഫ് വിത്ത്. രാത്രി കിടന്ന് കരയുമ്പോഴായിരുന്നാൽ പോലും എന്തെങ്കിലും പറഞ്ഞ് മനസ്സമാധാനമായിട്ടല്ല കരച്ചിൽ നിർത്തുന്നത്, പക്ഷെ ഒത്തിരി കരഞ്ഞു, ഇനി കരയാൻ വയ്യ, ക്ഷീണിച്ചു, തളർന്നു, നോ പോയിന്റ് ഇൻ ക്രൈയിങ് എന്ന രീതിയിലാണ് അവസാനം ഉറങ്ങുന്നത്. സോ ഇപ്പൊ പറയുമ്പോൾ തോന്നുന്നു ഫുൾ ഡിപ്രഷൻ ആണ് അല്ലേ. ലെറ്റ്സ് സീ, വി ആർ ഗെറ്റിംഗ് ടു ദി ബ്രൈറ്റ് സൈഡ് നൗ. ഓക്കെ, കാരണം എന്താ, അഗൈൻ God is a reason why I started feeling better. കാരണം ഞാൻ ഇതുപോലെ കരഞ്ഞിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചനങ്ങളുണ്ട്. ഓക്കെ, what God would reply.
ഞാൻ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഡിവോഷണൽ മെയിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഈവൻ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന വേഴ്സസ്, these verses were in direct response to what I was saying. Okay, and I don't deserve any of this love എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന വേഴ്സ് ഒരു സെക്കൻഡ് എടുത്തോട്ടെ. One of my favorite verses. It's a beautiful definition of love. Okay, ഒരു നിമിഷം. Okay, 1 Corinthians 13 from verses 4 until 7. Love is patient, love is kind. It does not envy, it does not boast. It is not proud. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, always perseveres. ഇതിൻ്റെ ഇടയ്ക്കൊരു ഭാഗമുണ്ട്, where it is said, does not keep track of mistakes, does not anger easily. What is love? What is love? God is love, alle. Appo God was telling me, I love you. No matter what you did, I still love you. And I'm not thinking of your mistakes when I look at you. ഈ രീതിയിലുള്ള മെസ്സേജ് ആയിരുന്നു എനിക്ക് കിട്ടുന്നത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഫോർ എ പേഴ്സൺ who feels that I don't deserve love, to be loved by anyone, I'm not able to forgive myself എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കറക്റ്റ് റെസ്പോൺസ് കൊടുക്കുക ത്രൂ ദീസ് വേഴ്സസ്, saying that I love you and I know what you have done and I am not keeping track of it. And that is when I realized that is unconditional love. So God made it easier for me to understand this because എൻ്റെ ചുറ്റും ഒരുപാട് സ്നേഹമുള്ളവരെ നിറച്ചു. ഓക്കെ, ബിക്കോസ് ഞാൻ ഇപ്പോൾ ഒരുപാട് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. I see a lot of people, and when you're surrounded by people who don't love you, who don't care for you, it's really hard to understand what love is. Okay, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ you will start believing that there is no love. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം God made it easy for me to understand this by surrounding me with people who cared for me, giving me these beautiful glimpses of what human love can look like, so that I could think, okay, if for example papa mummy ഇവർക്ക് എന്നെ ഇത്രയും സ്നേഹിക്കാന്നുണ്ടെങ്കിൽ how much more would God love me എന്ന് ചിന്തിക്കാൻ പാകത്തിന് God gave me examples. So അങ്ങനെ കുഞ്ഞു ഇൻസ്റ്റൻസിലൂടെ where every time God would answer me with one or the other thing, slowly I started feeling better. I realized that okay, I've made mistakes, but that is not the end of the story because there is God. അപ്പോൾ ആ രീതിയിൽ I could slowly move past എന്ന് ഞാൻ പറയുന്നില്ല. I learned to move along with the whole thing, and എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങൾ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി, and I started writing them down and memorizing them so that I can repeat it to myself, and that made a lot of difference. ഇതിൻ്റെ ഒപ്പം തന്നെ what God did was He gave me different kinds of opportunities. ഈ പറയുന്ന പോലെ അതിപ്പോൾ ഞാനൊരു കോഴ്സ് വീണ്ടും തുടങ്ങാം, ഞാൻ നിർത്തി വെച്ചൊരു കോഴ്സ് അതിന് പകരം വേറൊരു കോഴ്സ് എടുത്ത് തുടങ്ങിയപ്പോൾ he taught me that when some of your dreams it might be broken, nothing will stop you from dreaming again. Okay, ചില ഡ്രീംസ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് your life is not over, you can dream new things. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വേറെ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. ആ കുഞ്ഞു വിജയങ്ങൾ, പിന്നെ അതിൻ്റെ ഒപ്പം പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഡ്യൂറിങ് മൈ ഹോൾ ഹോസ്പിറ്റൽ ടൈം ഞാൻ കുറേ പടം വരയ്ക്കുമായിരുന്നു. ഈവൻ ദോ പടം വരയ്ക്കുന്ന സമയത്ത് ഐ യൂസ് ടു തിങ്ക് എൻ്റെ കൂട്ടുകാരൊക്കെ കോളേജിൽ പോയി എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ നേടിക്കൊണ്ടിരിക്കുക, ഞാനിവിടെ ചുമ്മാ പടങ്ങൾ വരയ്ക്കുക എന്ന് ചിന്തിച്ച് എനിക്ക് ദൈവം കറക്റ്റ് മറുപടി തന്നു by setting up an exhibition where an organization found, which is where I work right now. So they set up this exhibition and I got to exhibit my artworks over there, and people bought those artworks, and that also made me feel like yes, I can still do things. Because these artworks, they contained my pain, the experiences, and അതിൻ്റെ ഒരു പോർട്രേൽ ആയിരുന്നു പല ആർട്ട് വർക്ക്സ്. അപ്പോൾ അത് കണ്ടപ്പോൾ പല മനുഷ്യർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നി. And I realized that
ഓക്കെ, ഞാൻ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഞാൻ മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഓരോ വിഷമമുണ്ടെന്ന് മനസ്സിലായി. സോ ദ മോർ ആൻഡ് മോർ ഐ ലേൺഡ് അബൌട്ട് മൈ സെൽഫ്, the more and more I learned that okay, I am a sinner, I need God's love to actually be one with God. I realized that എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. Okay, just that it takes different forms. ഓരോ മനുഷ്യർക്ക് അവരുടെ ലൈഫ് and experiences will take different forms. So understanding myself more actually helped me connect with those around me. So ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. While God is working through me, with me, molding me again. And one of the verses that I used to repeat to myself very often was this, okay? Again, ഇത് 2 Corinthians 5:17 ആണ്. I'm just thinking that because as I thought I would quote that verse, and the ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ വായിച്ചു, I found it very relevant, you know. So this is a verse, one of the verses that I used to repeat to myself. So എനിക്ക് ആദ്യം എന്നെക്കുറിച്ച് ഞാൻ കരുതി I'm this dirty person, okay, because of all the things that happened in my life. I'm this dirty person എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. And naturally, like ഞാൻ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ I would think I am more dirty than all of them, or they're clean but I am dirty എന്നുള്ളൊരു feeling. So one of the verses that gave me a lot of hope was this, okay? Anyone who belongs to Christ has become a new person. The old life is gone, a new life has begun. So I used to tell this to myself very often, reminding myself that I'm new. I'm new. God has made me new എന്നുള്ള രീതിയിൽ. And ഇന്നിപ്പോൾ എൻ്റെ വാക്യം കൂടെ വായിച്ചപ്പോഴത്തേക്കും I felt it very relevant. Okay? And all of this is a gift from God who brought us back to himself through Christ. And God has given us this task of reconciling people to him. For God was in Christ reconciling the world to himself. No longer continue people's sin against them. No longer counting people's sin against them. And he gave us this wonderful message of reconciliation. So we are Christ's ambassadors. God is making his gospel through us. We speak for Christ when we plead, come back to God. For God made Christ, who never sinned, to be the offering for our sin, so that we could be made right with God through Christ. So I realized I'm a sinner, and I understood I need God, and through this, in a way, I could reconcile with myself, and I found God in me. And today, as I'm speaking to all of you, I think that is all we are trying to do, like reconciling with God. So, with that hope, I'd like to end my speech. Thank you once again for giving me this opportunity.